Praise the Lord. Praise God. Let's lift up our holy hands and praise the name of Jesus. I thank the Lord for this wonderful and blessed night. Good News Festival, Malayalam messages പറയുവാൻ ക്ഷണിച്ച ഈ ഗുഡ് ന്യൂസ് ഫെസ്റ്റിവലിന്റെ സംഘാടകർക്കായി ഞാൻ പ്രത്യേകം നന്ദി പറയുകയും കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. I thank the Lord for all the organizers of this meeting, and I also thank for the opportunity God has given me tonight. ഈ ഗുഡ് ന്യൂസ് ഫെസ്റ്റിവലിന്റെ ചെയർമാൻ കർത്താവിൽ വളരെ ബഹുമാനായിരിക്കുന്ന സ്നേഹിതൻ പാസ്റ്റർ വിൽസൺ പാസ്റ്റർ, ഇതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ജോയ്, ഇതിന്റെ ജനറൽ കൺവീനർ ആയിരിക്കുന്ന ബ്രദർ ലാൽ, ട്രഷറർ ആയിരിക്കുന്ന പ്രിയ വർഗീയ ബ്രദർ, മറ്റ് ആദരണീയരായ ദൈവദാസന്മാർ, ഈ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദൈവദാസന്മാർ, ബഹുമാന്യ ദൈവമക്കൾ, എല്ലാവർക്കും വേഗം കർത്താവിന്റെ തുല്യമായ നാമത്തിന്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. I extend my greetings to all the great men of God whose name has been mentioned here tonight. ഈ ഹോളിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നതിനായി ദൈവത്തിന് സർവ്വ മാനവും മഹത്വവും അർപ്പിക്കുകയാണ്. Thank the Lord for giving me one more opportunity to be in this same room to worship Lord tonight. ഞാൻ കഴിഞ്ഞ ചില മാസങ്ങളിൽ അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്പിലെ ചില രാജ്യങ്ങളിലുമായിരുന്നു. For the past several months I've been all over the United States and even in Europe. അവിടെയൊക്കെ ചെന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. But I've been mentioning this to all the people there. നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന കാണണമെങ്കിൽ ദുബൈയിൽ വരണമെന്ന് പറയുകയുണ്ട്. I always used to tell them, if you want to see people really worshiping God, you need to come and see what's happening in Dubai. ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. I've been here a couple of years ago. എന്നാൽ ഇന്ന് രാത്രി ഞാൻ അവിടെ പറഞ്ഞത് തെറ്റായി പോയോ എന്നൊരു ചിന്ത എന്നെ ഭരിക്കുകയുണ്ടായി. But tonight I feel that what I mentioned there's a mistake in what I mentioned there. 2 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആരാധനയൊന്നും ഇന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിച്ചിരിക്കുകയായി. And I'm greatly grieved to see that the worship which I used to experience 2 years before is missing tonight. എന്ത് പറ്റി എന്ന് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയായി. And I've been thinking what's happening here nowadays. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. Tonight our great Lord is in the midst of us. എനിക്ക് പിന്നാലെ ശുശ്രൂഷിക്കുന്ന ആദരണീയ ദൈവദാസൻ റവറൻഡ് വില്യൻലി വന്നതുകൊണ്ടോ അദ്ദേഹത്തിന്റെ കൂടെ വന്നിരിക്കുന്ന കർത്താവിൽ ബഹുമാനായിരിക്കുന്ന കെൽവിൻ കൊബാരിസ് വന്നതുകൊണ്ടോ PC ചെറിയാൻ വന്നതുകൊണ്ടോ ഇന്ന് രാത്രി യോഗം അനുഗ്രഹമാകത്തില്ല. The meeting is not going to be blessed because of the world-renowned preacher Lee, Pastor Kobaris, or because of Pastor PC Cherian. ഇന്ന് രാത്രി യോഗം അനുഗ്രഹമാകുന്നത് നമ്മുടെ കർത്താവ് എഴുന്നള്ളി വന്നതുകൊണ്ടാണ്. The meeting is going to be a blessing because our Lord is in our midst. നമ്മുടെ കർത്താവിനെ നമുക്ക് അപമാനിക്കാനുള്ള ഒറ്റ മാർഗം നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന പോലെ വാമൂട്ടിയിരുന്നാൽ മതി. If you want to defend our Lord, only thing you have to do is to close your mouth and not praise Him. ഞാൻ ഓർത്ത് നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ കർത്താവ് നിങ്ങളോട് എന്നോ ദോഷമാക്കിയതെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. I have been thinking that what kind of evil thing that God has done against you to be so quiet. എനിക്ക് കർത്താവ് ഒരു ദോഷവും ചെയ്തില്ല, എന്നെ അനുഗ്രഹിച്ചതേ ഉള്ളെന്ന് ഉറപ്പുള്ളവരെ മാത്രമേ അത് ദൈവത്തിന് സ്തുതിച്ചു. All those who have the assurance that God has done nothing against me, but only He has blessed me, let's raise our hands and praise Him tonight. നമുക്ക് ദൈവം തന്ന കരങ്ങളെ അടിച്ച് നമ്മൾ പ്രാപിച്ച അഭിഷേകത്തോടെ അന്യഭാഷ ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. രാത്രി ഈ വിരോധമായി വ്യാപരിക്കുന്ന പോലെ ഒഴിഞ്ഞു മാറി അനുഗ്രഹിക്കപ്പെടുവാൻ ഒരുമിച്ച് അന്യഭാഷയിൽ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. Let's worship the Lord. Clap our hands and worship the Lord tonight. Turn our attention to the scripture tonight. Nehemiah chapter 2 verse 18. I'm going to read it myself here. രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകൾ ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി.
But when Sanballat the Horonite, Tobiah the Ammonite, and the officials and the Gershom and Aram heard about it, they mocked and ridiculed us. What is it you are going to do? And are you rebelling against us? So let's rise up and rebuild. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി നിങ്ങളെ സ്തുതിച്ചു. ഇന്ന് രാത്രി വായിച്ച തിരുവഴുത്തിനായി സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നിന്റെ ജനമാഗ്രഹത്തോടെ സഭാവ്യത്യാസം കൂടാതെ ഒരുമിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സുവിശേഷ മഹായോഗത്തിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ തീമായിരിക്കുന്ന നാം എഴുന്നേറ്റ് പണിയുക എന്ന വാക്യം ഞങ്ങൾ വായിച്ചിരിക്കുന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു പണിക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുക്കണമേ കർത്താവേ. ദൈവത്തിന്റെ പണിക്ക് വിരോധമായി വ്യാപരിക്കുന്ന, ദൈവവചനത്തിന്റെ വിശാലതയായി വ്യാപരിക്കുന്ന, ദൂതങ്ങൾ പ്രകാശിക്കുവാൻ തടസ്സമായ സകല മുൻപിനികളെ, ശത്രുവിന്റെ സകല ആധിപത്യങ്ങളെ, ഈ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ, അന്യാരാധന ശക്തികളുടെ അധികാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സാധിച്ചഴിക്കുകയാണ്. മഹത്വം മുഴുവൻ യാത്ര ഞങ്ങൾക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ഇവിടുത്തെ തീം നാം എഴുന്നേറ്റ് പണിയുക എന്നുള്ളതാണ്. The theme that has been selected for this meeting is Arise and Build. വളരെ ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ഇവരെ കണ്ടെത്തിയ ഒരു തീമാണ് എഴുന്നേറ്റ് പണിയുക എന്നുള്ളത്. And it's been decided after several days and hours of prayer they decided on this theme. മലയാളം ബൈബിളിൽ എഴുന്നേറ്റ് പണിയുക എന്നുള്ളപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ let us start rebuilding എന്നാണ്. Even though in Malayalam Bible it's mentioned as build, in English it says let us start rebuilding. പുതുക്കി പണിയുക, rebuild, വീണ്ടും പണിയുക, build again. വീണ്ടും പണിയണമെങ്കിൽ തകർച്ച കണ്ട ഒരുത്തിന് മാത്രമേ വീണ്ടും പണിയാൻ കഴിയത്തുള്ളൂ. If there's a need for a rebuilding, that means there is a destruction and ruin behind that. നെഹമ്യാവ് രാജകൊട്ടാരത്തിൽ രാജാവിന്റെ പാനപാത്രവാഹനായിരിക്കുമ്പോൾ Nehemiah was appointed and working in the palace as a cupbearer of the king. യെരൂശലേമിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു വന്ന ചില സഹോദരന്മാരോട് നാട്ടുവിശേഷം ചോദിക്കുകയുണ്ടായി. And he was asking about the whereabouts of the people in Jerusalem. അവർ പറഞ്ഞ വാർത്ത തന്റെ ഹൃദയത്തെ വളരെ വേദനിപ്പിക്കുന്ന വാർത്തയായി. And what he heard from was that it was heartbreaking to Nehemiah. പിതാക്കന്മാർ പാർത്ത പട്ടണത്തിന് മതിലുകൾ ഇടിഞ്ഞും വാതിലുകൾ തീവച്ച് വെന്തു കിടക്കുന്നു എന്ന വാർത്ത അവൻ കേൾക്കുകയുണ്ടായി. He heard that the great wall surrounding the city of Jerusalem had been burned down and it was in ruins. പിതാക്കന്മാരുടെ ദേശത്തിന് തകർച്ച ഗ്രഹിച്ച നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു. Nehemiah, you understood the destruction of his forefathers' city. He was sitting down and crying in the presence of God. കരച്ചിൽ ഒരു വലിയ ദുഃഖമായി മാറുകയുണ്ടായി. His tears became a great sadness in his life. കരച്ചിലും ദുഃഖവും ഒരു ഉപവാസത്തിലേക്ക് നടത്തി. That tears and his sadness has led him to a great fasting. ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. He started to fast and pray for several days. തന്റെ ദൈവത്തോട് തന്നെ പിതാക്കന്മാരുടെ പാപങ്ങളും കുറവുകളും വെച്ചു പറഞ്ഞു. And he confessed the sins of his fathers and his forefathers. ദൈവത്തോട് വെച്ചു പറഞ്ഞു. He confessed his own sins in the presence of God. ദൈവസന്നിധിയിൽ അനുദപിച്ച് കരഞ്ഞ നെഹമ്യാവിന്റെ കരച്ചിൽ സ്വർഗ്ഗം കണ്ടു. The Nehemiah who confessed and prayed and cried in the presence of God, the heaven heard his prayers. തകർന്നു കിടക്കുന്നതിനെ പണിയുവാനുള്ള ദൈവിക നിയോഗം ദൈവം നെഹമ്യാവിന്റെ മേൽ പകർന്നു. God has given him a divine ordinance to rebuild the ruins of Jerusalem. നിയോഗം ലഭിച്ചവന് മാത്രമേ പണിയാൻ കഴിയത്തുള്ളൂ. Only the person who got the divine ordinance from God, he can only rebuild. ദൈവ നിയോഗം പ്രാപിച്ചവൻ എവിടെ പണി ആരംഭിച്ചാലും എതിരുകൾ അവിടെ പൊട്ടിപ്പുറപ്പെടും. Wherever the ordained man starts to rebuild, there will be stiff opposition. എതിരുള്ളിടത്തെ പണി നടക്കത്തുള്ളൂ. Wherever there is opposition, there only the rebuilding will start. പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവ നിയോഗം പ്രാപിച്ച നെഹമ്യാവിനെതിരെ സൻബല്ലത്തും തോബിയാവും എഴുന്നേൽക്കുകയുണ്ടായി. Sanballat and Tobiah rose up against the man Nehemiah who was fasting and praying and who received the divine ordinance. രണ്ട് ശക്തികൾ ഒരുമിച്ച് എഴുന്നേറ്റത് കൊണ്ട് പണി വേഗത്തിൽ തീരുകയുണ്ടായി. Because two forces were opposing against him, the building started gaining momentum. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വിലപ്പെട്ട ദാസന്മാരെ, Those who are hearing me tonight here, ബഹുമാന്യ ദൈവജനമേ, or dear children of God, നിനക്ക് എതിർപ്പുണ്ടെങ്കിൽ ഓർത്തോണം പണി വേഗം നടക്കാൻ പോവുകയാണ്. you have opposition in your life, you need to realize that the building is going to take place fast. എത്ര പേര് വിശ്വസിക്കേണ്ടതാണ്? How many of you believe that tonight? രാത്രി നിന്റെ നിയോഗത്തിനെതിരെ ഒരു എതിർപ്പുണ്ടെങ്കിൽ, If there is an opposition against your divine ordinance, നിന്നിൽ കൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പദ്ധതിക്കെതിരെ ഒരു എതിർപ്പുണ്ടെങ്കിൽ, if there is an opposition against the plan which God wants to execute through
ശ്രദ്ധിച്ചോ, നിന്റെ പണി വേഗം നടക്കാൻ പോകുകയാണ്. You need to note this down that your work is going to gain immediate momentum. എതിർപ്പുകളുടെ നടുവിൽ തകരുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. എതിർപ്പുകളുടെ നടുവിൽ ശക്തി പ്രാപിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കും. God does not want who is to be crushed in the midst of the opposition, but the one that is going to gain strength in the presence of God. That's what God wants. ഞാൻ ഈ ദൂതിലേക്ക് പ്രവേശിക്കുന്ന മുമ്പേ ഇരുന്നപ്പോൾ ദൈവം നമ്മൊരു കാര്യം ഓർപ്പിച്ചോട്ടെ. Let me remind you one thing God has given me right before I came on the podium. ഈ ശീമോന്റെ വീട്ടിൽ യേശുവിനെ ഒരു ആഹാരം കൊടുക്കാനായിട്ട് ക്ഷണിച്ചു. Simon has invited Jesus Christ into his house for giving him a meal. അവൻ ആ നാട്ടിലെ പരീശനും സാമ്പത്തികമായി ഉന്നത നിലവാരമുള്ളവരുമാണ്. He was a Pharisee and he was a well-to-do man in the society. ഈ കാശുള്ളവരൊക്കെ വിളിച്ച് ഓരോ ഊണ് കൊടുക്കുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. And I'm of the opinion that those rich people who call people and entertain them is a great thing. യേശുവിനെ വളരെ കാര്യമായിട്ട് ശീമോൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. And he invited him greatly to his house. യേശു വീട്ടിലേക്ക് വരുന്നതനുസരിച്ച് വീട്ടിലെ ക്രമീകരണങ്ങൾക്ക് എല്ലാം ഒരു വ്യത്യാസം And he made great arrangements to receive this great man. യേശു കഴിക്കാൻ സാധ്യതയുള്ള ആഹാരങ്ങളെല്ലാം ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. And he prepared all the best dishes for Jesus. എന്റെ ചിന്ത സാധാരണ ഇടയ്ക്കൊക്കെ മാർത്തയുടെ വീട്ടിൽ പോയി യേശു ആഹാരം കഴിക്കാറുണ്ടായിരുന്നു. I know that Jesus used to go to Martha's house and eat from there all the time. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം മാർത്തയെ വിളിച്ച് ചോദിച്ചു കാണും, സാധാരണ യേശുവിന് എന്തോ ഇഷ്ടം, ചപ്പാത്തിയാണോ, ഇറച്ചി കഴിക്കുമോ, അതോ മീനെ കഴിക്കത്തുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കാണും. So he must have at least consulted with Martha about preparing this food for Jesus Christ. യേശു ഇഷ്ടപ്പെട്ട ആഹാരം എന്റെ മാർക്കറ്റിൽ ഏറ്റവും നല്ലത് വാങ്ങിക്കൊണ്ട് വന്ന് ഏറ്റവും നല്ല ഒരു ഡൈനിങ് ടേബിൾ സംഘടിപ്പിക്കാം. And he must have gone to the market and collected the best items and prepared a great food for Jesus. കൃത്യ സമയത്ത് തന്നെ യേശുവിടെ വന്നു. Jesus came right on time. നമ്മുടെ കർത്താവിന്റെ മാത്രം പ്രത്യേകത നമ്മുടെ കൂട്ടൊന്നുള്ള കെട്ടുവയില്ല, വിളിച്ച ആ സമയത്ത് അവിടെ എത്തും. And he doesn't have a swollen head. Wherever they call him, he immediately used to go there. വിളിച്ച സമയത്ത് വരുന്ന ഒരാളെ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. The only person who comes on time, that is Jesus Christ. കർത്താവ് സമയത്ത് വന്നിരിക്കുകയാണ്, പക്ഷേ ശീമോനൊന്നും അറിഞ്ഞില്ല. Jesus has already been in his house, but Simon never recognized that. ശീമോൻ അകത്ത് ഭയങ്കര തിരക്കുള്ള പദ്ധതിയെ യേശുവിനെ സ്വീകരിക്കാനായിട്ട്. And he was greatly involved in the arrangements for preparing to meet Jesus. എന്റെ ചിന്ത അടുക്കളയിൽ തന്റെ ഭാര്യയെ സഹായിക്കായിരിക്കും. He may be even helping his wife in the kitchen. ആ കറിവേപ്പിനുള്ളി അരിഞ്ഞു വെക്കുകയോ ആ സലാഡിന് സാധനം അരിഞ്ഞു കൊടുക്കുകയോ പേപ്പർ പ്ലേറ്റ് തുടയ്ക്കുകയോ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. He may be even mincing the onion, or he may be preparing the salad or getting the dishes ready for Jesus. യേശു സമയത്ത് വന്ന് വെളിയിരിക്കുക, പക്ഷേ സ്വീകരിക്കാൻ ആളോടില്ല. Jesus is already in his house, but that man is not ready to receive Jesus yet. അടുക്കളയിൽ നിൽക്കുന്ന ശീമോൻ ജനലിലൂടെ ഒരു കാഴ്ച കണ്ടു. He must have glanced through the window and Jesus standing in front of his house. യേശു വന്നിരിക്കുന്നു. Jesus is here. യേശുവിന്റെ കാൽക്കൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. There is a lady sitting down at the feet of Jesus Christ. തികച്ചും ശീമോന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ വയ്യാത്തൊരു കാഴ്ച ശീമോൻ കണ്ടേ. This is something Simon could not even believe that at this time. താനെ കണ്ട് തിരുമ്മിയാണ് ഒന്നുകൂടെ നോക്കി, കാണുന്നത് സത്യമാണെന്നറിയാം, ഒന്നുകൂടെ തുറച്ചു നോക്കി. He rubbed his eyes and closed his eyes and concentrated and focused one more time to see whether it is true. നോക്കിയപ്പോ കണ്ട കാര്യം പറഞ്ഞ ശരി തന്നെയാണ്. നാട്ടിലെ ഏറ്റവും പിഴച്ച ഒരു സ്ത്രീ യേശുവിന്റെ കാൽക്കലിരിക്കുന്നു. And the most defiled and the heinous crime committed lady is sitting at his feet. ശീമോനെ അടുക്കള ദൂരെ കാഴ്ചയിൽ കാണുന്നത്. Simon is seeing this from a distance. യേശുവിന്റെ കാൽക്കൽ സ്ത്രീ കാലെ തൊടുന്നു, തൂക്കുന്നു, തലപ്പൊടി കൊടുത്തു വെക്കുന്നു, ഉമ്മ വെക്കുന്നു, രണ്ടും ദൂരെ നിന്ന് കാണുകയാണ്. She is cleaning the feet of Jesus Christ. She's kissing his feet, and she's doing all these things, and he's witnessing that. ശീമോന്റെ ഭാര്യ തോന്നി വിളിച്ചു. He called his wife. നീ നോക്കിക്കേ. Look down and see what's happening there. നമ്മൾ വിളിച്ച ആൾ വന്നിട്ടുണ്ട്. Our invited guest is here. നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള ആളല്ല. But he is not the one we expected him to be. ഇങ്ങനത്തെ ഒരാളാണ് ഇന്നത്തെ ഊണ് വിളിക്കേണ്ട കാര്യമില്ല. He is this type of person. I would not have called him for dinner. അദ്ദേഹത്തിന്റെ കാൽക്കരിക്കുന്ന സ്ത്രീ ആരാണെന്നൊരു വിവേചിക്ക കൃപ പോലും ഇല്ലാത്ത ആൾ എന്ത് ചെയ്യും? He could not even discern the person who is touching him at his feet. ഇങ്ങനെ അടുക്കളയ്ക്കകത്ത് പാചകം നടക്കുമ്പോൾ തന്നെ പുറത്തിരിക്കുന്നവരെ വിധിച്ചോണ്ടിരിക്കുക. And while the cooking was going on, they already started judging the person who is at the feet of Jesus. ക്ഷണിച്ചു വരുന്ന യേശുവിനെ കാൽക്കുന്ന സ്ത്രീയെ ഒരുപോലെ അകത്ത് പിരിഞ്ഞുകൊണ്ടിരിക്കുക. And they are judging both the invited guest as well as the person who is at his feet. അകത്ത് വിധിക്കുന്നത് പുറത്ത് ഗ്രഹിക്കുന്നയാളാ വെളിയിൽ വന്നത് ശീമോൻ അറിഞ്ഞില്ല. Simon did not realize that the person who sits outside can discern what's going on inside the kitchen. യേശു വെളിയിൽ നിന്ന് ശീമോനെ നീ വന്നേ, നിന്നോട് കാര്യം പറയാനുണ്ട്. Jesus called Simon and said, "Come out here, I want to talk to you." ശീമോൻ ഇറങ്ങി വന്നു. Simon came out of the kitchen. യേശു ശീമോനെ, He called Simon.
ഞാനൊരു കാര്യം ചോദിക്കാൻ പോകും. I'm going to ask you one thing. ഒരാൾക്ക് 500 രൂപ കടമുണ്ടായിരുന്നു, ഒരാൾക്ക് 50 രൂപ കടമുണ്ടായിരുന്നു. One person had a debt of 500 and another person had a debt of 50. രണ്ട് കടം അടച്ചു കൊടുത്ത് ഇവരുടെ ആർക്കായിരിക്കും ഈ യജമാനോട് കൂടുതൽ ഇഷ്ടം? If both their debts were written off, who will be more grateful to the master? ശീമക്കാരെയൊക്കെ ചോദിച്ചു. Simon, after scratching this for a while, and said, 500 അടച്ചു കൊടുത്തവനാണെന്ന് ഞാൻ ഊഹിക്കുന്നു. the person who got rid of his $500 debt, he is one most grateful. പുള്ളി അടുക്കളക്കകത്ത് ഊഹിക്കുകയായിരുന്നു, വെളി വന്നപ്പോൾ ആൾ ഊഹിക്കുക. He is calculating in the kitchen and even he's doing the same thing outside too. പുള്ളി എല്ലാ കാര്യവും ഊഹിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ്. He's always a person who calculates everything. പുള്ളിയുടെ ചില ഊഹങ്ങളൊക്കെ ശരിയാകുന്നുണ്ട്. Sometimes it may come true. യേശു പറഞ്ഞു, ഇപ്പൊ നീ ഊഹിച്ച കാര്യം ശരിയാ. And he said, what you have thought in your mind is true. 500 കിട്ടിയവനാണ് ഏറ്റവും The സ്നേഹിക്കുന്നത്. one who is $500 debt is raised, the life one is grateful. എന്നാ ഇനി നിന്നോട് എനിക്കൊരു കാര്യം പറയാം. But I want to tell you something tonight. ഞാൻ മരുന്ന് കയറിന്റെ ചോറിനാ വന്നൊന്നുമല്ല. I did not come here uninvited. നീ എന്നെ നേരത്തെ ക്ഷണിച്ചിട്ട് ഞാൻ വന്നതാ. You have taken appointment for me and invited ഞാൻ me. സമയത്ത് ഇവിടെ വന്നു. I was here on time. നീ എനിക്കൊരു കൈ തന്നില്ല. You did not receive me by a handshake. സാമാന്യ മര്യാദ ലക്ഷണമായി പ്രൈസോട് പറഞ്ഞില്ല. You did not even say a praise God. എന്റെ കാല് കഴുകാനൊക്കെ വെള്ളം You തന്നില്ല. did not give me a little bit of water to wash my feet. എന്നെ കെട്ടിപ്പിട്ടൊരു ചുംബനം തന്നില്ല. You did not hug me and embrace me. നീ പ്രതീക്ഷിച്ച പല കാര്യവും അതിനേക്കാൾ അധികം അടുത്ത് ചെയ്തതാണ്. You must have done great things to receive me inside. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം നീ ഇതുവരെ ചെയ്തില്ല. What I was expecting you to do, you haven't done that yet. പ്രതീക്ഷിച്ച കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നന്മ പകരാനാണ് ഞാൻ ഇവിടെ വന്നത്. I did not come here to bless all the things you needed in your life. ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം വരെ ചെയ്യുന്നവരെ അനുഗ്രഹിക്കാനാണ് ഞാൻ വന്നത്. I am here to bless the person who does one thing I want him to do. നീ ഇന്ന് രാത്രി ഇവിടെ വന്ന് പ്രതീക്ഷിച്ച പല കാര്യം ഒരു വട്ടം ചെയ്ത് കാണും. You must have done great things you have wanted and calculated. എന്റെ യേശു അത് വിഷയമല്ല. Jesus doesn't care about all those things. എന്റെ യേശു ആഗ്രഹിക്കുന്ന ഒരു കാര്യം നീ ചെയ്യാൻ തയ്യാറായ If you are ready to do one thing, but Jesus desires from you, അനുഗ്രഹിക്കാൻ പോകുകയില്ല. you will not depart here without blessing you. യേശു പറഞ്ഞു, ഇവളോ Or she, വന്നത് മുതൽ till the time I came, വന്നത് മുതൽ till I came here, എന്റെ കാൽത്തിരുന്നുകൊണ്ട് she's been at my feet. കണ്ണുനീരുകൊണ്ട് കാര്യം She's been washing my feet. തലമുടി കൊണ്ട് തുടച്ചു. She's been wiping it with her hair. എന്റെ കാലങ്ങൾ ചുംബിച്ചു. She was kissing my feet. അതുകൊണ്ട് അവർ അനവധിയായ പാവങ്ങളുടെ ക്ഷമിച്ചിരിക്കുകയാണ്. Because of that, her great multitude of sins has been forgiven. എനിക്ക് ഇതിനകത്ത് ശീമോനോട് ഒരു കാര്യം പറയാനുണ്ട്. I want to tell you, Simon, one thing. എടാ ശീമോനെ, Oh, see, Simon, നീ അടുക്കളക്കകത്ത് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പേ even before you started judging me, 10 minutes before that, നീ വിളിക്കുന്ന ഇവിടെ പാവം എന്റെ യേശു ക്ഷമിച്ചതാ. I have forgiven the sins which you have been judging against her. യേശു ക്ഷമിച്ചതറിയാതെ നീ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നത്. You did not realize that I have already forgiven her sins, but you are still judging her. Praise God tonight. ഇതിനകത്ത് നമ്മുടെ കുടുംബങ്ങൾ ക്ഷമിക്കുന്ന സ്വന്തങ്ങളുണ്ട്. Heaven that is going to forgive all our sins and iniquities. നിന്നിലൂടെ ദൈവം പ്രവൃത്തി ചെയ്യുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. God is desiring to do His work through you. നീ ഇന്ന് രാത്രി മുൻവിധികളൊക്കെ എഴുതി കളഞ്ഞിട്ട് You have to cast away all your prejudices. യേശുവിനെ സ്നേഹിപ്പാൻ, You love Jesus. യേശുവിനെ ആരാധിപ്പാൻ, Worship Jesus. യേശു ആഗ്രഹിക്കുന്നത് ചെയ്യാൻ തയ്യാറായാൽ Do what God desires of you to do. നെഹമ്യാവിനെ ഉപയോഗിച്ച ദൈവം നിന്നെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുകയാണ്. God will use Nehemiah to do His will. He is ready to use you. വിശ്വസിക്കുക മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. Blessing that, just clap your hands and praise God. ഓ, ഹല്ലേലൂയ. Hallelujah. ഈ ശബ്ദത്തിലല്ല നമ്മൾ ആരാധിക്കുന്നത്. ചുവയിലെ ദൈവമക്കൾ ആരാധിച്ചുകൊണ്ട് ആരാധിക്കുന്നത് വരട്ടെ. ഈ ആയിരത്തിയേഴ് അവസാനിക്കുമ്പോൾ ആരാധന വിലയിൽ വെളിപ്പെടട്ടെ. Praise God. നമ്മളെയൊക്കെ ദൈവം നിയോഗിച്ചത് ഇന്നലെയും ഒന്നുമല്ല. God hasn't ordained us yesterday or day before yesterday. പണിയണം എന്ന് ദൈവം ആഗ്രഹിച്ചത് ജനിച്ചു കഴിഞ്ഞല്ല. God wanted us to build even before we were born. നിന്നെ കൊണ്ട് പണിയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതും നാം ജനിച്ചു കഴിഞ്ഞല്ല. It was not decided after that you were born that we have to build for it. ഇരമ്യ 1:10 വായിക്കുമ്പോൾ When you read Jeremiah 1 verse chapter 1 verse 10, ഇരമ്യാവോട് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. there is a word that God tells Jeremiah. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ
Before you are even being formed in the womb of your mother, എന്റെ കണ്ണ് നിന്നെ കണ്ടതാ. my eyes have seen you. അന്ന് എനിക്ക് നിന്നെ കുറിച്ച് നിയോഗമുണ്ട്. I had a divine ordinance for you since then. നിർമൂലമാക്കാൻ, To destroy, പൊളിക്കാൻ, to dismantle, നശിപ്പിക്കാൻ, to destroy, ഇടിച്ചു കളയാൻ, to remove, പണിയുവാൻ, to rebuild, നടാൻ. to plant. നീ ജനിക്കുന്നതിന് മുമ്പേ Even before you were born, നിന്നെ ഒരു പണിക്കായി ദൈവം കണ്ടിരിക്കുകയാണ്. God has set you apart for a building. പഴയ നിയമത്തിലെ നെഹമ്യാവിനെ കൈകൊണ്ട് പണിയണ്ടേ? The Nehemiah was the Old Testament has to build you using his hand. പുതിയ നിയമത്തിലെ നെഹമ്യാവ് കൈകൊണ്ട് പണിയണ്ട. Nehemiah in the New Testament does not have to use his hands to build. നിനക്ക് വേണ്ടിയുള്ള സകല പണിയും പുതിയ നിയമത്തിന്റെ കർത്താവ് കാൽവറി ചെയ്തു കഴിഞ്ഞതാ. All the work that needs to be done has been done at the cross of Calvary by Jesus. കർത്താവ് നീ പണിയണ്ട, ഞാൻ പണിതോളാം. God said you do not have to do. I have all done it. ഞാൻ എന്റെ സഭയെ പണിയും. I'm going to build my church. ഞാൻ എന്റെ സഭയെ പണിയും. I'm going to build my church. പാതാള ഗോപുരങ്ങളെ ജയിക്കുകയില്ല. Gates of hell shall not succeed it. ദുബൈയിൽ ആരെല്ലാം നോക്കിയാലും ദൈവത്തിന്റെ സഭയുടെ പണി നിൽക്കത്തില്ല. Whoever tries to fight the first word, nothing will happen to the church. നീ ഉഴപ്പിയാലും പണി നിൽക്കത്തില്ല. If you become lazy, God will complete his work. നീ പോളം തിരിഞ്ഞിരുന്നാലും പണി നിൽക്കത്തില്ല. Even if you turn your back against the work of God, പണിയാണെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ the Lord said he's going to build. പണിയാൻ തയ്യാറാ. He is prepared to do it tonight. നിന്നെ ഉപയോഗിച്ച് പണിയാനാ കർത്താവ് ഇഷ്ടം. God wants you to be part of that work. നീ ഉഴപ്പിയാൽ If you are lazy, ശബരിയുടെ പണിവാതിക്കൽ ആരാധന കുറിപ്പിക്കാൻ കുഷ്ഠരോഗികളുടെ കർത്താവ് എന്നും കുഷ്ഠരോഗിയാവിയാൽ there are 4 lepers staying at the gates of Samaria, and God knows how to use them. അവന് വിജയിച്ചു വേണ്ട. He doesn't need any of those things. അവന് വിജയിച്ചു വേണ്ട. He doesn't need a degree for that. ഭീതി വേണ്ട. He doesn't need a BD for അവന് that. ആകെ വേണ്ടത് All you need for that. രണ്ടൊക്കെ നന്മ കൊണ്ട് വിവരിക്കാൻ തയ്യാറോധനയാ. If you're prepared to go and distribute the work good that you have found, ദൈവത്തന്മയിലെ ഇല്ലാത്തവരെ കൊടുക്കാൻ നീ തയ്യാറായ if you're prepared to give what has God given you to the Lord who has ahead of you, നിന്നെ കൊണ്ടൊരു പണി ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. God is desiring you to be used for his work. എതിർക്കുന്നവരെ കണ്ട് നീ പേടിച്ചിരിക്കാതെ Don't be scared because looking at the people who are opposing you. ഒരു പുനഃപ്പണിക്കായി, For a rebuilding. ഒരു പുനഃപ്പണിക്കായി For rebuilding. നീ ഇന്ന് യാത്ര തയ്യാറാണ്. Are you prepared പുനഃപ്പണി ആരംഭിക്കണമെങ്കിൽ to start the rebuilding? ഇന്നലത്തെ ഇടിവ് കണ്ടെത്താൻ തയ്യാറാണ്. You need to go and find the ruins of yesterday. എവിടെയാണ് ഇടിവെന്ന് കണ്ടെത്തിയവർ മാത്രമേ പുതുക്കി പണിയാൻ You കഴിയത്തുള്ളൂ. need to go and find exactly what is the destruction and the ruins. Then only you can start rebuilding. ഇന്നലകളിൽ ശത്രു തകർത്തതിനെ ഇന്ന് രാത്രി പണിയണമെങ്കിൽ What the enemy has destroyed in the past, and if you want to rebuild it tonight, ജലത്തിന്റെ ശക്തിയോട് പണിയാൻ പറ്റില്ല. you cannot start with the power of the flesh. ജലം കൊണ്ടുള്ള പണിയെല്ലാം ജലത്തിൽ അവസാനിക്കും. All the work started through the flesh will end in flesh. ആത്മാവിൽ പണിയുന്നവനെ ആത്മാവിൽ പണി പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. That work in the spirit will last forever. സന്തോഷമുള്ള കരമടിച്ച് ദൈവത്തെ തുതിക്കട്ടെ. Clap our hands and worship Him all tonight. ഇന്ന് രാത്രി ഒരു ആത്മീയ പണിക്കായി തയ്യാറായ Are you prepared for a spiritual rebuilding tonight? നെഹമ്യാവിന്റെ പ്രത്യേകത The qualities of Nehemiah. അവൻ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറായി. He was prepared to accept all the challenges we thrown at him. അവൻ പണി ആരംഭിച്ചതോടെ വെല്ലുവിളി ആരംഭിച്ചു. As soon as he started working, he started facing challenges in his life. ശമരിയുടെ ഗവർണറായിരുന്ന സമയത്ത് Sanballat, who was the governor of Samaria, അമോനിയ ഗവർണറായിരുന്ന തോബിയാവ്, Tobias, who was the governor of Ammon, അറേബ്യൻ നേതാവായിരുന്ന ഗേസോ, Gesar, who was the Arabian leader. മൂന്ന് ശക്തികൾ ഒരുമിച്ചെടുത്തു. All 3 forces combined and started opposing Nehemiah. 2-ാം അധ്യായത്തിൽ എതിർപ്പ് തുടങ്ങി. In chapter 2, the opposition started. 4-ാം അധ്യായത്തിൽ എതിർപ്പിന് മൂർധന്യാവസ്ഥയും വന്നു. They came to the climax in the 4th chapter. ഏറ്റവും വലിയ എതിർപ്പുണ്ടായത് The biggest threat came ബിജെപിക്കാരുടെ അല്ല, not from BJP, ബജറംഗദളിന്റെ അല്ല, not from Bajrang Dal, തീവ്രവാദികളുടെ അല്ല. not from the terrorists. ഏറ്റവും വലിയ എതിർപ്പ് നെഹമ്യാവിനുണ്ടായത് The biggest threat came for Nehemiah യഹൂദന്മാരുടെ from Jews. സ്വന്തത്തിൽ നിന്ന് ഏറ്റവും വലിയ എതിർപ്പുണ്ടായി. The biggest threat and challenge comes from your own. തകർന്നതിനെ പണിയാൻ വന്നപ്പോൾ നെഹമ്യാവിനെ ഏറ്റവും എതിർത്തത് അവിടുത്തെ ബിജെപിക്കാരല്ല, യഹൂദന്മാരാ. The Jews is the one who opposed Nehemiah when he started to rebuild the ruins of ഈ Jerusalem. കാലഘട്ടത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. I have understood and realized one thing this time. ദൈവസഭയുടെ പണി
organizations or political parties. ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ പുറത്തുള്ളവരെക്കാളെതിരെ അകത്താണ്. To be simplifying, the opposition from inside is far greater than from the one outside. അകത്തുള്ളവൻ പണിക്ക് ചുമതലയെടുക്കാൻ തയ്യാറായാൽ പണി വേഗതയോ പുതിയ The one who is inside is willing to shoulder the responsibility. God is going to complete the rebuilding process. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 2 Corinthians chapter 10 verse 3. ഒന്ന് വായിച്ചു സഹായിക്കണേ. 2 Corinthians chapter 10 verse 3. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഇടപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജനീയങ്ങളല്ല. കോട്ടകളടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരണമുള്ളതായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികച്ചു വരുമ്പോൾ എല്ലാ മനസ്സിലക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ When I was in America, 9/11 തകർക്കപ്പെട്ട ആ വലിയ തന്റെ ടവറുകളുടെ സ്ഥാനം പോയി കാണുകയുണ്ടായി. I went to the ground zero where the great twin towers stood. ആ രണ്ട് ബിൽഡിംഗ് ഇരുന്നത് 11 ആയിട്ടാണ്. And from a distance you can see it looks like an 11. അവർ തകർക്കാൻ തരുന്ന ദിവസം തന്നെ 9/11. And the day they chose to destroy it was 9/11. അമേരിക്കൻ 9/11 എടുത്ത പോലീസുകാർ അവിടെ വരും. And 911 is the number for emergency calls in America. ആ നമ്പറുള്ള സമയത്ത് ആ ഡേറ്റിലാണ് അവർ തകർത്തത്. And they used that particular numbers and destroyed the towers on that same day. ആ തകർത്ത ബിൽഡിംഗ് ഇപ്പോൾ വീണ്ടും പണിതുകൊണ്ടിരിക്കുക. And they started rebuilding the towers. ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 4 നില താഴ്ചയിൽ ഭൂമി കുഴിച്ചു കൊണ്ടുപോയിട്ട് പണി ആരംഭിച്ചിരിക്കുകയാണ്. They have dug 4 stories deep down into the ground and started the rebuilding process. അത്രയും അടി വരെ ഉണ്ടായിരുന്ന അതിന്റെ ആ അടിസ്ഥാനം വരെ ഒഴുകി ഇറങ്ങിയിട്ടുണ്ട്. And the foundation that was going 4 stories down the ground, that's been melted away. അത് കംപ്ലീറ്റ് എടുത്തു മാറ്റിയിട്ടാണ് പുതിയ പണി They ആരംഭിച്ചത്. completely removed all the foundation and they started the rebuilding. എനിക്കൊരു കാര്യം മനസ്സിലായി. I understood one thing there. നെഹമ്യാവ് ഇടിഞ്ഞ മണ്ടയ്ക്ക് പണി തുടങ്ങല്ല. Nehemiah did not start rebuilding on top of the ruins. നേരത്തെ ഇടിഞ്ഞന്റെ ബാലൻസ് കിടക്കുന്നത് മാന്തി മാറ്റിയിട്ടാണ് പണി തുടങ്ങി. He dug everything out of there and he started rebuilding from scratch. നീ പണി ഇടിഞ്ഞന്റെ മണ്ടയ്ക്ക് വെച്ച് തുടങ്ങരുത്. Don't start from where it was left off. ഇത്രയൊക്കെ എഴുതിയിട്ടുള്ള വാക്കൊക്കെ മെയിൻ്റനൻസ് ചെയ്യാന്ന് പറഞ്ഞ് മെയിൻ്റനൻസ് ചെയ്യരുത്. Don't do any maintenance work for Lord. പണി തുടങ്ങുന്ന അടിസ്ഥാനം മാന്തിയിട്ട് പുതിയ പണി ആരംഭിക്കണം. You need to start from the ground, from the fresh foundation for the Lord. മറ്റാരെങ്കിലും ഒക്കെ പണിത് ഇടിച്ചു പൊടിച്ച് കത്തിയന്റെ മണ്ടയ്ക്ക് നീ കൂടെ പണിതോട്ട് പോകാനല്ല ദൈവത്തിനെ വിളിച്ചത്. God does not want you to start rebuilding from the top of the ruins. നിന്റെ പണി തികച്ചും പുതിയതായിരിക്കണം. He wants you to start fresh, new for the Lord. നിന്റെ അകത്ത് പ്രാപിച്ച ദർശനപ്രകാരം പണി തുടങ്ങാൻ നീ ജനത്തെ ഒരുക്കണം. You need to prepare the people as per the given by God to start the rebuilding process. വന്ന് പണിയെന്ന് തുടങ്ങുമല്ലായിരുന്നു. Nehemiah did not come and start the work. അവൻ ആദ്യം കരഞ്ഞു. He started crying for it. He was sad for a while. He fasted for a while. ദൈവത്തിന് അനുവാദം വാങ്ങിച്ചു. He got the permission from God. ദൈവത്തിന്റെ അവന്റെ കൈ കൂടെയാണ് അറിഞ്ഞപ്പോൾ He realized that the God's hand is in his favor. ജനത്തെ അതിനുവേണ്ടി ഒരുക്കി. He prepared the people for that. തന്റെ അകത്തുള്ള ദർശനപ്രകാരം ഒരു പണിക്ക് വേണ്ടി ജനത്തെ ഒരുക്കി. As per the vision given to him by God, he prepared the people. തന്റെ ദർശനം മറ്റുള്ളവരിലേക്ക് അവൻ പകർന്നു. He started giving the vision that's been given to him and imparted to the people. ഒരു പണിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവന്റെ അകത്തു ദൈവ ദർശനം മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയുന്നവരെ മാത്രമേ പണി പൂർത്തീകരിക്കാൻ കഴിയൂ. The person who can impart the vision that was given to him by God is the only one who can start rebuilding for God. ഈ തകർച്ചയുടെ ഗൗരവം ജനത്തെ നെഹമ്യാ ബോധ്യപ്പെടുത്തി. Nehemiah made people understood the seriousness of this business. അകപ്പെട്ടിരിക്കുന്ന വലിയ അപമാനത്തിന്റെ ആഴം ജനത്തെ ബോധ്യപ്പെടുത്തി. He made the people realize about the depth of the shame that's been brought upon the city. തന്റെ അകത്തുള്ള പണിയെക്കുറിച്ചുള്ള വികാരം ജനത്തിന് കൊണ്ടുവന്നു. He brought that same emotion and transferred it to the people. എന്നിട്ട് ഒരുമിച്ച് പണി ആരംഭിച്ചു. They started building together. ഒരുമിച്ച് പണി ആരംഭിച്ചപ്പോൾ They started building together. വേഗത്തിൽ പണി പാതിമുഖമായി. And because of being together working, the work started going progressing fast. അവരവരുടെ ഭാഗത്തെ തകർച്ചകൾ അവരവർ കണ്ടെത്തി. Each person was assigned one part
behind him. എന്നിട്ട് ഒരുമിച്ച് പണിയാൻ തുടങ്ങി. They started building together. നെഹെമ്യാവ് സമ്പന്നത്തിനെ നോക്കിയില്ല. He did not look at Sanballat. തോബിയാവിനെ നോക്കിയില്ല. He did not look at Tobias. അതെല്ലാം തന്റെ പണിക്കുള്ള ബോണ്ടിറ്റായ. Because every time we see that the opposition was giving him a boost to do the work. ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം ഓർപ്പിച്ചു. I reminded you one thing last night. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഒരു വെള്ളിപ്പത്തിന് ട്രെയിൻ കയറാൻ നിൽക്കുക. A grandfather was standing at the railway platform in Cardiff. നേരത്തെ സ്ട്രോക്ക് വന്നൊരു കാലിന് ബലഹീനമുണ്ട്. കാല് വലിച്ചു വലിച്ച് നടക്കുന്നത്. Because of the stroke which happened to him previously, he could not walk properly. താൻ റെയിൽവേ മാർഗത്തെ വന്നു ട്രെയിൻ പലത് മൂവ് ചെയ്യാൻ തുടങ്ങി. While he was on the platform, the train has already started leaving the platform. താനെ കമ്പാർട്ട്മെന്റിൽ കയറുന്ന ലക്ഷണമില്ല. ട്രെയിൻ പലത് ഓടാൻ തുടങ്ങി. താൻ ഈ കാല് വലിച്ചു വലിച്ച് വെക്കുകയാണ്. Because of his deformity, he cannot run fast to catch the train. ദൂരെ ചെറുപ്പക്കാരൻ ഒരു പട്ടിയെ തൊഴിലെടുത്തുകൊണ്ടിരിപ്പുണ്ട്. There was a man with a dog in the leash. അവന് മനസ്സിലായി ഈ വെള്ളിപ്പ ട്രെയിനിലേക്ക് പ്രശ്നമില്ല. And he realized that this man cannot get into the train. ഇവൻ പതുക്കെ ഈ പട്ടിയുടെ കാര്യത്തിൽ തൊഴിലെടുക്കുന്ന ഒരു പട്ടിയെ കഴിച്ചു. He untied the leash and let the dog loose. ഈ പട്ടി ഒരു പോലെ വെള്ളിപ്പനെ ഒരു ചാട്ടമുണ്ട്. The dog barked and jumped towards this old man. വെള്ളിപ്പൻ ഓട്ടം ഒരു കയറ്റമുണ്ട്. He jumped and got into the train somehow. വെള്ളിപ്പൻ ചെല്ലാണ്ട് നടത്തിയിരുന്നു. And the man could able to jump into the train and reach his destination. പട്ടിയെ അഴിച്ചു വിട്ടോണ്ട് 3 ദിവസം ഉപവാസമൊന്നും പരിപാലിക്കണ്ട. He did not have to start fasting for the man with the dog. തിരിച്ചു വരുമ്പോ കോട്ടത്തെ അവനെ കണ്ട ഒരു ചായ മേടിച്ചു കൊടുത്തേക്കണം. You may have to buy a cup of tea for him doing that. അവരോട് പറയണം, നീ അന്ന് പട്ടിയെ അഴിച്ചു വിട്ടുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നേ. Because you let your dog loose that day, I could catch the train. ആരെങ്കിലും ഒക്കെ പട്ടിയെ അഴിച്ചു വിടാനുണ്ടെങ്കിൽ നിന്റെ പണി തീരത്തുള്ളൂ. There need to be somebody behind me to send their dogs at you, so then only you can finish the work. പുറകിൽ എതിർക്കാൻ എന്തൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. There is somebody behind you with the opposition, then only you can start moving forward. ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ പുറപ്പെട്ടു വരുമ്പോൾ While the Israelites were coming out of Egypt, അവരുടെ ബലഹീനരായ ആളുകളൊക്കെ ഏറ്റവും പുറകിലാണ്. there were several people, those who were weak, staying behind the group. അവരെ അമാലേക്ക് ഉപദ്രവിച്ചു. Amalekite came and captured them. ആദ്യത്തെ അമാലേക്കുള്ള പീഡ വരുമ്പോൾ When the first Amalekite came, പുറകിലിരിക്കുന്നവർക്ക് തന്നു. the one standing behind started pushing. രണ്ടാമത്തെ പീഡ വരുമ്പോൾ ഒന്നുകൂടെ തന്നു. And the second time he pushed out, pushing again. മൂന്നാമത്തെ പീഡ വരുമ്പോൾ ഒന്നുകൂടെ തന്നു. And he started pushing again. ചുരുക്കി പറഞ്ഞ പീഡ വന്നതനുസരിച്ച് പുറകിലുള്ള പുറകിൽ മീനെ വന്നു. And as for the pressure came from behind, the one who was standing behind came all the way up to the front. മീനെ വന്നവരെ സഹായം സാക്ഷി പറഞ്ഞ ഒരു കാര്യം പറയും. When we are asking people to testify, people will say something. ഞാനൊന്നും പുറകിൽ നിന്നു. I was all the way behind. മീനെ വരെ ഒരു യോഗ്യതയെ ഉണ്ടായിട്ടില്ല. I never had any chance to come to the forefront. അമാലേക്ക് എന്റെ പുറകിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ മീനെ വന്നത്. Because God has sent the Amalekite behind me. I'm in the front today. പുറകിൽ ആരാണ്ടൊക്കെ നിന്നെ എതിർക്കാനുള്ള നിന്റെ മീനെ വരുത്താനായിട്ടാണ്. ശനി ഞായറും മെസ്സേജ് എനിക്കാം. And they have given me an opportunity to come back for 2 days next year. അടുത്ത വർഷത്തെ ഷാരോൺ ഫാമിലി കോൺഗ്രസിന് അമേരിക്കയിലെ മെസ്സേജ് എനിക്കാം. And the Sharon Fellowship has invited me again for the next conference. ചർച്ചക്കൂട്ട് നാഷണൽ കോൺഗ്രസിലെ മെസ്സേജ് എനിക്കാം. And Church of God National Conference also invited me for next year. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ന്യൂയോർക്ക് ന്യൂജേഴ്സി ശുശ്രൂഷകന്മാരുടെ സമ്മേളനത്തിന് മെസ്സേജ് എനിക്കാം. And IBC Church Pastors Conference, they have invited me as well. അവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ മെസ്സേജ് ഒക്കെ ഇരിക്കുന്ന മുക്കാൽ പങ്കാളുകളും ഡോക്ടറേറ്റ് ഉള്ളവരാണ്. Most of the people who heard my message, most of them are PhDs. ചുമ്മാ ഡോയല്ല, PhD എടുത്ത ഡോക്ടറേറ്റാണ്. And they are not just, they work hard to earn their PhDs. അവരുടെ അടുക്കലേ ഞാൻ മെസ്സേജ് പറയാൻ കയറി. And I stood up to preach in front of them. അവരെല്ലാം ഭയങ്കര ഇംഗ്ലീഷാണ് പറയുന്നത്. They all been speaking excellent English. ഞാനെല്ലാത്തിനും യാത്ര വെക്കും. And I was just saying, yeah. അവരുടെ ധാരണ എനിക്ക് ഭയങ്കര ഇംഗ്ലീഷ് അറിയാവുന്നതാണ്. They were thinking that I have a great skill in English. എനിക്ക് ഇംഗ്ലീഷ് അറിയുന്നത് എനിക്കല്ല അറിയുന്നത്. I only knew that I didn't know a word of English. പക്ഷെ ഭയങ്കര ഇംഗ്ലീഷ് അവർക്ക് ഞാൻ പ്രസംഗിക്കുന്നത്. But I've been speaking to the people who've been speaking excellent English. നിന്റെ ഭാഷയൊന്നും ദൈവത്തിന് വേണ്ടത്. God doesn't care about your language skills. നിനക്ക് കഴിവില്ലെന്ന് സമ്മതിക്കുക. All you have to do is that നിന്റെ കഴിവുകളാണ് ദൈവത്തിന്റെ കഴിവ്. God's ability. നീ ഇരിക്കാനാണ് സമ്മതിച്ച ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. You're struggling, God is going to use you. ദൈവത്തിന് ആവശ്യം നിന്റെ കഴിവല്ല, ദൈവത്തിന് നിയോഗം നടപ്പിലാക്കാൻ അകത്ത് പ്രാപിക്കുന്ന അഭിഷേകം. God doesn't care about your capabilities, but all you need is to understand the divine ordinance given to you. യേഹൂവിന്റെ മേൽ ദൈവം അഭിഷേകം പകർന്നു.
God gave the audience to Jehu. യേശുവിന്റെ അഭിഷേകത്തിന്റെ പിന്നിലെ ദൈവത്തിന്റെ പ്ലാൻ, The plan behind Jehu's ordain ഇസബേലിനെ തകർക്കണം. to destroy Jezebel. രണ്ടാമത്തെ പ്ലാൻ, Second plan, ആകാബ് ഗ്രഹത്തെ മുടിക്കണം. to destroy and ruin completely the. രണ്ട് നിയോഗത്തിനായി ഏലിശ ദാസനെ യേഹൂവിനെ അഭിഷേകം ചെയ്തു. And Elisha was sent to ordain Jehu for these two particular purposes. യേഹൂ അഭിഷേകം പ്രാപിച്ചെഴുന്നേറ്റ് After receiving the ordinance, അവൻ കുതിരപ്പുറത്ത് കയറി. he climbed or mounted on a horse. യേഹൂ അകത്തോട്ട് കയറിയപ്പോഴല്ല പുറത്തോട്ട് ഇറങ്ങി. He did not come out as the way he went in. തിരുവനന്തപുരം പറയുന്നു അരപ്രാന്തന്റെ വിഷമാണ്. He was just like a half-mad man. നിയോഗം ലഭിച്ചവന് ഒരരപ്പിടിയ. The one who got the ordinance is like a half-mad man. അവൻ കുതിരപ്പുറത്ത് കുതിരയ്ക്ക് ഒരരപ്രാന്ത് പോലായി. And he mounted on the horse, the horse also started back. ഇവരുടെ അഭിഷേകം കുതിരയിലേക്ക് വ്യാപിച്ചു. The anointing started filling to the horse also. അവൻ അങ്ങനെ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ When he was traveling like that, ഇസബേലെ ആള് വിട്ടു. യേഹൂവേ, നിന്റെ വരവിന്റെ ലക്ഷ്യം ശുഭമോ? Jezebel sent people to ask, what is the purpose of your visit? നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ട് വരുന്നു. അവരെ ആരെയും ഇസബേലിന് വേണ്ട. Jezebel doesn't care about all those who are coming across. ഇസബേലിന് വേണ്ടത് യേഹൂവിനെയാ. All Jezebel cared about was Jehu. ഇസബേല് സാധാരണ ശക്തിയല്ല. Jezebel is not an ordinary power. ആകാശവും തീയിറക്കി ഏലിയാവ്, Elijah who brought the fire from the heaven. ആകാശം അടച്ച ഏലിയാവ്, Elijah who closed the പ്രാർത്ഥിച്ച് മഴ പെയ്ച്ച ഏലിയാവ്, Elijah who brought the rain by മരിച്ച prayer. കൊച്ചിനെ ഉയർപ്പിച്ച ഏലിയാവ്, Elijah who rose the dead child. ഒരു കരത്തിനകത്ത് ഉറവ തുറന്ന ഏലിയാവ്, Elijah who opened the stream inside the pot. ഭരണിക്കകത്ത് എണ്ണയുടെ ഉറവ തുറന്ന ഏലിയാവ്, Opened the streams of oil in the pot. അമാനുഷിക ദൈവശക്തിയുള്ള ഏലിയാവിനെ Elijah with supernatural power. ഒരു ചൂരച്ചെടിയുടെ കീഴിൽ ആത്മഹത്യാ ചിന്ത കേട്ടി കിടത്താൻ ഇസബേൽ ഒരു വാക്കിന്റെ മുടക്കിയുള്ളൂ. All Jezebel needed to destroy that man was to say a word to go under the juniper tree. ഇങ്ങനെ ശക്തിയുള്ളവരെ ചൂരച്ചെടിയുടെ കീഴിൽ കേട്ടാൻ ഇസബേൽ ഒരു വാക്ക് മതി. All Jezebel needed to say a word to send Elijah under the juniper tree. ശരിയായ അഭിഷേകം പോലും ഇല്ലാത്ത ബന്ധക്കോസ്തുകാരായ നമ്മുടെ കാര്യം പിന്നെ പറയണം. So think about the one who was no in the real anointing from God. പക്ഷെ ഏതു വന്നപ്പോൾ When Jehu came, ഇസബേലിന് മനസ്സിലായി ഇത് ഏലിയാവിന്റെ അഭിഷേകമല്ല. this is not the anointing of Elijah. ഇത് ഏലിശായുടെ അഭിഷേകമല്ല. This is not the anointing of ഇത് Jerusalem. മറ്റൊരു അഭിഷേകമാണ്. This is a different kind of anointing. അഭിഷേകത്തെ വിവേചിച്ച ഇസബേല് രൂപമൊന്ന് മാറി. The Jezebel who discerned the type of anointing, became different. അവർക്ക് മനസ്സിലായി വാക്കുകൊണ്ട് വരെ ഒതുക്കാൻ പറ്റില്ല. She knew that she could not stop him in the words. അവർ നേരെ ബ്യൂട്ടി പാർലറിൽ പോയി പുരികം പഠിച്ച് കണ്ണെഴുതി കൺമശി കൊണ്ട് കണ്ണെഴുതി ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്ന സ്ഥലം ഒന്ന് മാറ്റി. She went to the beauty parlor and put on her makeup and changed her appearance and stood in a different place. അവർ കൊട്ടാരത്തിലെ മാളിക മുറികൾ കിളിവാതിൽ കൂടെ നോക്കി. She started looking towards from the top of the palace through the windows downstairs. പ്രായം ഇപ്പൊ നോക്കിയ ഡ്രസ് മാറി കണ്ണെഴുതിയൊക്കെ വന്നതുകൊണ്ട് പെട്ടെന്ന് പ്രായം പിടിക്കുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. Because of all the makeup she put on, nobody could understand how old she is. അവർ കണ്ണ് വെളിയിട്ട് എഴുകണ്ടോട് നോക്കി ചോദിച്ചു, യേഹൂവേ, വരവിന്റെ ലക്ഷണം ശുഭമാണോ? Yes, Jehu, what is the purpose of your visit? അഭിഷേകത്തിന്റെ മുമ്പിൽ ഇവിടെ കൺമശി വല്ല വിഷയാണോ? In front of the anointing, any of this makeup does matter? ഒരു മറുപടി ഉണ്ട്. Jehu has to reply. ഏലിയാവിനെ ചൂരച്ചെടി കേട്ട പക്ഷേ എന്നെ ഒക്കത്തില്ല. You could send Elijah under the juniper tree, but not me. ഇത് അഭിഷേകം വേറെയാ. This is a different kind of anointing. ഇത് അഭിഷേകം വേറെയാ. This is a different type of anointing. നീ ജീവിച്ചിരിക്കാലം എന്ത് ശുഭമാണെന്ന് ചോദിച്ചത്. While you are alive, what is good in Israel? ആഭിചാരവും Sorcery, മന്ത്രവാദവും magic tricks, വിഗ്രഹാരാധനയും idolatry. വർദ്ധിപ്പിക്കാൻ നീ ജീവിച്ചിരിക്കുമ്പോ എന്ത് ശുഭമാ. While you have done all these things, what's good in Israel? ഏതൊക്കെ ചാരവിടെ Who is there? മറിച്ചിട്ട് Push her down. അഭിഷേകത്തിന്റെ വാക്കിന്റെ മുമ്പിൽ അതുവരെ ദേശത്തെ മുടിച്ച ഇസബേൽ തകിടം മറിഞ്ഞു. In front of the words of the anointed, Jezebel, the great force, fell down and crumbled. ഇന്ന് രാത്രി അഭിഷേകത്തിന് വിരോധമായിരിക്കുന്ന വ്യാപാര തകിടം മറിയാൻ എന്റെ അഭിഷേകം പുതിയ മറിയാനുള്ളൂ.
ഈ രാത്രി അഭിഷേകം മാറണം. We need to have a different anointing tonight. ഇന്ന് രാത്രി അധികാരം പ്രാപിക്കണം. You need to empower yourself. നിന്റെ മുമ്പിൽ ഒന്നും നേരെ നിൽക്കത്തില്ല. No, nothing will stand in front of you or against you. ദൈവത്തിന് രഹസ്യത്തിന്റെ ആവശ്യമുണ്ട്. God wants some of you tonight. ദുബൈയിലെ ദൈവസഭയുടെ പണിക്കായിട്ട് For the rebuilding of the church in Dubai. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഇന്ന് നെഹമ്യാവിനെ പോലെ പണിയണം, നീ എഴുന്നേറ്റാ മതി. All you have to do tonight is just rise up for God. പണി കർത്താവ് ചെയ്യും. God is going to do the work. കർത്താവ് കാൽവരിയിൽ In the cross of Calvary, നമ്മൾ പണിയേണ്ടത് മുഴുവൻ പണിതു. God has already done it for us on the cross of Calvary. ബോക്സിംഗ് നമ്മൾ ചെയ്യുന്നത് Just like the boxers, ഈ ബോക്സിംഗിൽ മറ്റവന്റെ എതിർക്കക്ഷി ഇടിയെല്ലാം കൊണ്ട് he may be receiving several blows to his face and ദേഹമെല്ലാം head. ചതഞ്ഞ് മുറിഞ്ഞ് He'll be all bruised up. ഒരു വിധത്തിൽ അവനെ ഒതുക്കി അവനെ തകർത്തിട്ട് Somehow we pin him down. ഇവൻ കാണികൾ കൈയടിച്ചിരിക്കുമ്പോൾ അവാർഡ് വാങ്ങും. He will receive the belt when the audience applauds. ഒരു കയ്യിൽ വലിയ ട്രോഫിയും He may have a great trophy in his hand. മറുകയിൽ വലിയ ബൊക്കയും He may have a flower bouquet in his hand. ദേഹത്ത് മുഴുവൻ മുറിവെച്ച പാടുമായി And the bruises and the bloody body. ജയാളിയായ അവൻ വീട്ടിലേക്ക് വരുമ്പോൾ When he's coming victorious to his house, അവൻ യുദ്ധത്തിന് പോയത് മുതൽ മടങ്ങി ജയാളിയായി വരുന്നതിന് കാത്തു നിന്ന് തന്റെ ഭാര്യയുണ്ട്. there's a wife who sent him to the boxing match and waiting for him to become victorious. അണിഞ്ഞൊരുങ്ങി അവൾ വാർക്കലിക്കുകയാണ്. She is all well dressed and prepared to receive her husband. ഇവന് ട്രോഫിയുമായി വന്ന നേരെ ഇവിടെ കൈകൊട്ടി ട്രോഫി കൊടുത്ത് When he coming, he'll come and give that trophy to her ഈ hand. ബൊക്കെ ഇവിടെ കൈ കൊടുത്ത് Hand over the bouquet to her. കെട്ടിപ്പിടിച്ചൊരു ചുമ്മനം ചെയ്യും. He hug her and embrace her. പിന്നെ അവൻ കുളിക്കാനൊക്കെ അകത്തേക്ക് പോകുമ്പോൾ He may go to take a bath and refreshing. ഒരിടിയും കൊള്ളാത്ത ഇവരുടെ കയ്യിൽ ട്രോഫി ഇരിക്കും. The person who never even received single blow, she's holding the trophy. ഒരടി പോലും കൊള്ളാത്ത ഇവരുടെ കയ്യിൽ ഈ ബൊക്കെ ഇരിക്കുന്നത്. The person who never even experienced a shout, she's കൊണ്ടതെല്ലാം അവനാ. he is the one who received all the അവന് blows. ഷേപ്പ് മാറി ഇവിടെ വന്നത്. He's out of shape when he came back. ഇന്ന് രാത്രി Tonight, കർത്താവ് കാൽവരിയിൽ എല്ലാം സഹിച്ചു. God has experienced everything for us. പിശാചിനെ കാൽ കീഴെ ചതച്ചു. He got devil stamped by his feet. സകലത്തിന്റെ ജയാളിയായി. He's victorious over everything. മരണത്തിന്റെ താക്കോൽ കയ്യിൽ. He got the keys of the dead. പാതാള താക്കോൽ മറ്റു കയ്യിൽ. He got the gates, the keys of the head. രണ്ട് താക്കോലുമായി വന്നു പറഞ്ഞു, He's got two keys in his hand. ഞാൻ മരിച്ചവനായിരുന്നു, I was dead, പക്ഷേ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. but I'm living forever. നിന്റെ സകല പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കുകയാണ്. I am living here for all the problems you have. താക്കോൽ ഈ രാത്രി എന്റെ കയ്യിലാണ്. I have the keys for victory. താക്കോൽ എന്റെ കയ്യിലാണ്. നീ പണി തുടങ്ങിയാൽ മതി. All you have to do is to start rebuilding. നിന്റെ പണിക്കെതിരെ പൊങ്ങുന്ന സകല മണ്ഡലങ്ങളെ പൂർണ്ണാനുള്ള താക്കോൽ എന്റെ കയ്യിലാണ്. I have the keys to knock up all the opposites that's trying to rise up against you. വ്യാപരിക്കുന്ന സകല ശക്തികളെ ഒതുക്കാൻ അധികാരം എന്റെ കയ്യിലാണ്. I have the power to destroy all the powers working against you. എന്റെ അധികാരം പകുതി സ്വർഗത്തിലെ ഭൂമിയിലും സകല അധികാരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. And my jurisdiction is not in this earth, but in the heavens and all over. നിന്റെ കൂടെ ഇന്നത്തെ ഒരാളുണ്ട്, There is one more person with you. അധികാരമുള്ളവനാണ്. He's the one with authority. എത്ര വിശ്വാസമുണ്ട്. How many of you believe that? ഈ 45 കിലോയുടെ ട്രാഫിക് പോലീസുകാരൻ കൈ കാണിക്കോ വണ്ടി നിർത്തുന്നത് This ordinary traffic police, when he shows you to stop, അവനെ പേടിച്ചൊന്നുമല്ല. not because you are scared of him. വണ്ടിക്കാരൻ ഒരു ഇടിയിച്ചാൽ ഇവൻ ചപ്പൻ ചമ്മന്തിയാവും. If you hit with the car, he'll be dead. ഇവിടെ സേമിയ പായസം പോലെ വഴി കിടക്കും. He'll be like a soup on the road. പക്ഷെ വണ്ടിക്കാരൻ ഒരു കാര്യം അറിയാം. But the man who drives, he knows what. ഓപ്പൺ നിൽക്കുന്ന ഇവന്റെ പുറകിൽ ഒരു എസ്ഐയുണ്ട്. There is an inspector behind him. അതിന്റെ പുറകിൽ ഒരു സർക്കിളുണ്ട്. There is a circle inspector behind him. അതിന്റെ പുറകിൽ ഒരു എസ് പി ഉണ്ട്. There is a superintendent of police behind him. അതിന്റെ പുറകിൽ IG ഉണ്ട്. There is an inspector general behind him. അതിന്റെ പുറകിൽ ഒരു ആഭ്യന്തര മന്ത്രിയുണ്ട്. There is a home minister behind him. അതിന്റെ പുറകിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്. There is a chief minister behind him. അതിന്റെ പുറകിലത്തെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. There is a central government behind him. കരസേന, നാവികസേന, വ്യോമസേന ഇവന്റെ പുറകിലുണ്ട്. All the forces of the military are behind ഇവരെ him. പിന്നെ നിർത്തിയത് പുറകിൽ ഒരാളുണ്ട്. Or is the traffic office in front, but there is a നീ police പണി behind him. കഴിഞ്ഞ് ചോദിക്കാൻ പുറകിൽ ആളുണ്ടെന്ന്. If you start reading, there is somebody who praise the Lord. നീ കർത്താവിനെ നിൽക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ചോദിക്കാൻ പുറകിൽ ആളുണ്ട്. If you're prepared to stand for the Lord, there is somebody who is behind you standing 100%. എത്ര പേര് വിശ്വസിക്കുന്നത്? How many of you believe that? നമുക്ക് നിമിഷക്കാരെ മനസ്സിലേക്ക് ശ്രദ്ധിക്കാം. Let's clap our hands to praise the Lord tonight. ഇന്നത്തെ പുതിയ അഭിഷേകത്തിന് വ്യാപരിക്കട്ടെ. Let's have a new anointing prayer for us tonight. ഒരു പുതിയ അധികാരത്തിന് വ്യാപരിക്കട്ടെ. Have a new authority to ഒരു പുത്തൻ ദൈവകൃപത്തിന് വ്യാപരിക്കട്ടെ. have a new grace and mercy from God tonight. ഈ രാത്രി Tonight, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to pray for you.
ഇന്ന് രാത്രി Tonight, ദൈവമേ, dear Lord, എന്നെ കൊണ്ട് നീ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന what all He wants to accomplish through you, നിന്റെ പണിക്ക് വേണ്ടി with all your works, ഒരു നിയോഗം ഈ രാത്രി എന്റെ മേൽ തന്നാൽ, if you give that anointing in me, നിനക്ക് വേണ്ടി നെഹമ്യാവിനെ പോലെ നിൽക്കുവാൻ ഞാൻ തയ്യാറാണ്. I'm willing to stand for you just like Nehemiah stood for you. നീ എന്നെ ഉപയോഗിക്കണം. Please use me, Lord. നീ എന്നെ ഉപയോഗിക്കണം. Use me, Lord. ഞാൻ തയ്യാറാണ്. I'm prepared to do it. ഒരുക്കമുള്ള കരങ്ങൾ ഉയരട്ടെ. All those who are prepared to do that, let's raise your hands tonight. ഒരു നിമിഷം അവർക്ക് ദിവസത്തിരുന്നേക്കാം. Let's stand in the places where you're sitting tonight, Lord. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. I would like to pray for you one minute. ഇന്ന് രാത്രി Tonight, ഒരു പുതിയ അഭിഷേകം, a new anointing, ഒരു പുത്തൻ നിയോഗം, a new ordination, ഒരു പുതിയ ദൈവകൃപ, a new grace, and mercy. ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു അഭിഷേകത്തിന് പകർച്ച Anointing you never experienced in your life. കൂടാതെ സ്വർഗ്ഗത്തിൽ പകരാൻ പോകുകയാണ്. God is going to pour out that into a learning lesson. എത്ര പേര് വിശ്വസിക്കുന്നവരാണ്? Believe that tonight. നീ ഒരു നിമിഷം വിശ്വസിക്കാൻ തയ്യാറായാൽ Believe that one night. നമ്മുടെ പിതാക്കന്മാരെ ഉപയോഗിച്ച ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. God who used our forefathers, He's going to use you tonight. ദുബായ്, UAE പട്ടണത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ നിന്റെ കാൽ കീഴാക്കാൻ ഇന്ന് അത് സ്വർഗ്ഗത്തിലെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. God is going to anoint you to stand all the evil powers standing in the city of Dubai. ഓ, രണ്ട് കരങ്ങൾ ഉയർത്തിരിക്കട്ടെ. Let's rest about both hands നിങ്ങളുടെ tonight. ആ കരത്തിൽ യേശു പിടിക്കുകയാണ്. God is going to hold on your hand. ഇന്ന് രാത്രി ഏലിയാവിന്റെ അഭിഷേകം കഴിഞ്ഞ രാത്രി ഏലിശയുടെ മേൽ വിരുദ്ധവിലാസപ്പെടുന്നതുപോലെ It's like the priest preached about the ordination from Elijah to Elisha. ഒരു പുതിയ അഭിഷേകത്തിന് വ്യാപരിക്കാൻ പോകുകയാണ്. God is going to send a new anointing to you. വിശ്വാസമുള്ള കരങ്ങൾ ഉയർത്തിരിക്കട്ടെ. All those who believe, let's raise your hands and praise God. ഒരു ബലഹീനനുണ്ടെങ്കിൽ There's somebody who is weak. ഇപ്പോൾ ബലപ്പെടാൻ പോകുകയാണ്. God is strengthening you. ഒരു രോഗിയുണ്ടെങ്കിൽ There's a sick man here. ഇപ്പോൾ സൗഖ്യമാകാൻ പോകുകയാണ്. Praise the Lord. Hallelujah. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, Hallelujah. Our dear Heavenly Father, ഇന്ന് രാത്രി tonight, നിന്റെ അഭിഷക്തന്മാരായ ഞങ്ങൾ ഒരുമിച്ച് the anointed servants of you tonight, അങ്ങയുടെ സന്നിധി in your presence, പരമാത്മ ഹൃദയത്തോടെ with sincere heart, രണ്ട് കരങ്ങൾ ഉയർത്തി with both our hands raised, ഒരു നിയോഗത്തിനായി, for an ordinance, ഒരു അഭിഷേകത്തിനായി, for an anointing, ഒരു ആത്മപകർച്ചയ്ക്കായി for the power of the Spirit, ഇന്ന് രാത്രി ആയിരിക്കുന്ന when you are here tonight, അങ്ങയുടെ ദാസന്മാരെ, all the servants of God, അങ്ങയുടെ ജനത്തെ all the people of you, God, ഈ അതിർത്തിളയ്ക്കണമേ കർത്താവേ. fill them with your spirit, Lord. പുതിയ അഭിഷേകം വ്യാപരിക്കട്ടെ. ഒരു പുത്തൻ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. ഒരു പുത്തൻ ദൈവം വ്യാപരിക്കട്ടെ. Your praise tonight. നിന്റെ പണിക്കായി ദൈവരാജ്യത്തിന്റെ കട്ടുപണിക്കായി ഈ അഭിഷേകത്തെ അറിയിപ്പാണ്. പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇപ്പോൾ ശക്തി നിറയട്ടെ. രോഗികളെ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. Praise the Lord. ദൈവമേ, ഇന്ന് രാത്രി God has blessed me tonight. ഒരു നിയോഗത്തിൽ നിറത്തിൽ വിശ്വസിക്കണം. And those who believe that God has given you an ordination tonight, ദൈവം എന്ന ശബ്ദത്തിൽ voice God has given you. 3 പ്രാവശ്യം ഹല്ലേലൂയ. Let's praise the Lord. Sing that. Hallelujah. 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 Be seated. ഇന്ന് രാത്രി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇപ്പോൾ ചുമതല എന്നെ വന്ന് ഏൽപ്പിച്ചു. ഈ കൂടെ തന്നെ സമയം കളയാതിരിക്കാൻ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു. അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ, ഇതിന്റെ സംഘാടകരുടെ അനുവാദത്തോടെ പറയുകയാണ്. ഈ ഗുഡ് ന്യൂസ് ഫെസ്റ്റിവലിന് അമേരിക്കയിൽ നിന്നുള്ള ദേവദാസന്മാരെയും പറയണം. അപ്പം
ഫെസ്റ്റിവലിനെ അമേരിക്കയിൽ നിന്ന് ബഹുമാന ദേവദാസന്മാരെ അവരുടെ കൂടെ ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള ദേവദാസന്മാർ, ഒരാള് ദോഹയിൽ നിന്ന്, ഒരാൾ അമേരിക്കയിൽ നിന്ന്, മറ്റൊരു ദേവദാസൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഒക്കെ ഇവിടെ വരുത്തിയിരിക്കുകയാണ്. The organizers of this meeting have brought several men of God from the abroad, United States, UK, for all these meetings. There is a great expense behind this. As far as the people of Dubai is concerned, there's a great tradition that the people of Dubai always spend great for the Lord. Since 97, I've been to Dubai several times for several meetings. And I know fully well that all the people here, including the servants of the Lord, spend lavishly for the God. It's a small vision gets given to few brothers that to bring all these churches together tonight. For the great expenses behind this, I urge you to give liberally towards the expenses of this great conference. As I have heard from the late great pastor, Pastor G.G. Uman, he was one of the greatest men IPC has ever seen. One of his students was fasting and praying in his church for 3 days. After the fasting and prayer, he called Pastor and said, Pastor, it was a great revival. And Pastor G.G. Uman, you know that he was a great big figure. And he used to consume huge amounts of food. And he asked him what was the revival. And it was great clapping, great singing, great speaking in tongues and all those things. And he asked him what was the offering on Sunday. He said it was 67 rupees and 80 cents. What was the previous week's collection? And it was 94 cents. And after the great revival, it went down to 67. And he asked him, what do you mean by the revival? But what he thought was that having clapping hands and speaking in tongues is a revival. And he said revival means he should have it in his hands as well as in your pockets. And you have great revival in your financial aspects as well. നിങ്ങൾക്ക് ലഭിച്ചതിൽ നിന്ന് ഏറ്റവും നല്ലത് കർത്താവിനെ കൊടുക്കുക, കർത്താവിനെ അനുഗ്രഹിക്കുവാൻ. Tonight I'm urging you to give